ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഒരു പെന്നിൻ്റെ മൂടിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോപ്പ് പെട്ടി കൊണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പെന്നിൻ്റെ മൂടി കൊണ്ട് ഒരു അയൺ ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പെന്നിൻ്റെ മൂടി എടുക്കുമ്പോൾ ഈ ഒരു ഭാഗമില്ലേ കോല് പോലുള്ളത്, അത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് എടുക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് പെന്നിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഫോം ഷീറ്റിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഫോം ഷീറ്റ് ഇല്ലാത്തവർ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്നും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒരു സിൽവർ കളർ പേപ്പറോ അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ ലോലിപോപ്പില്ലേ, കോലുമിഠായി, അതിൻ്റെ കോലാണ് കേട്ടോ. ഇതിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെന്നിൻ്റെ മൂടി എടുക്കണമെന്ന് പറഞ്ഞ കേട്ടോ. ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് അകത്താൻ പറ്റണം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് പെന്നുകൊണ്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഒരു ബട്ടൺ പോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെന്നിൻ്റെ മൂടിക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയതുപോലെ എനിക്ക് തോന്നി. കറക്റ്റ് ആ അയൺ ബോക്സിൻ്റെ സ്ട്രക്ചർ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ഫോം ഷീറ്റിൽ നിന്നോ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ വയറും പ്ലഗും കൂടി ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത കോലുമിഠായിയുടെ കോലന്നെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട്, ഇത് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ. ഇത് 2 പീസ് ഇതിൻ്റെ ഉള്ളിലാക്കി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം. ശേഷം നമ്മളൊരു വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ വയറായിട്ട് ഒട്ടിക്കാം. എന്നിട്ട് നമ്മുടെ അയൺ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി അയൺ ബോക്സ്. ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അവർ ഡോൾ ഹൗസൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ അതിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോയ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ സോപ്പ് പെട്ടി കൊണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാത്തവർ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.